റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സഹകരണത്തിന് വേണ്ടി, കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയും ഇറാൻ നടത്തുന്ന സേവനങ്ങൾ അത് അളവുറ്റതാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി നയങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും എണ്ണ ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ തീരുവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന US-ൻ്റെ തെറ്റായ നയങ്ങളോട് ശക്തമായി അതിനെതിരെയുള്ള പോരാട്ടം ലോകത്ത് റഷ്യയുമായി അനുകൂലമായി നിലപാടെടുക്കുന്ന രാജ്യങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി നിൽക്കുകയാണ്. നമുക്കറിയാം US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം നാൾക്ക് നാൾ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയെ കൂടുതൽ ദുർബലമാക്കാൻ, പ്രത്യേകിച്ചും യുക്രൈനുമായുള്ള സംഘർഷം അത് എല്ലാ രീതിയിലും റഷ്യയെ പിന്മാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് റഷ്യയെ പരമാവധി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം നിർണായക ഘട്ടത്തിൽ റഷ്യയുടെ എണ്ണ വാങ്ങിക്കൊണ്ട് ഇന്ത്യ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് യൂറോപ്യൻ യൂണിയന് ദഹിച്ചില്ല. നിരവധിയായ ചോദ്യ ശരങ്ങളുമായി യൂറോപ്യൻ യൂണിയൻ വന്നപ്പോൾ അതിനെയൊക്കെ നിസ്സംശയം എല്ലാം കണക്ക് സഹിതം തീർത്തു കൊടുക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ ഡോക്ടർ എസ് ജയശങ്കർ ചെയ്തത്. ഇപ്പോഴിതാ റഷ്യ വീണ്ടും ഏറ്റവും നിർണായക സുഹൃത്തായ ഇന്ത്യയെ ഒപ്പം കൂട്ടി വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ധനകാര്യപരമായിട്ടുള്ള കാര്യത്തിൽ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ അവരെ തകർക്കാൻ നോക്കുന്ന ശക്തികളെ നോക്കി പറയുന്നു, ഞങ്ങൾക്ക് സഹോദര തുല്യമായ ഒരു രാജ്യമുണ്ട്, അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന മറ്റൊരു രാജ്യമായി ഇറാന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇറാന് കൃത്യമായി ആണവ ശാക്തീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ അത്യാധുനിക സേവനങ്ങളും സംവിധാനങ്ങളും റഷ്യ ചെയ്തു കൊടുക്കുന്നു. അവരാൽ പറ്റുന്ന പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിനൊരൊറ്റ ഉദാഹരണമേ ഉള്ളൂ. ഏറ്റവും ആപത്ഘട്ടത്തിൽ ഇന്ത്യയെ സഹായിച്ച രാജ്യമാണ് റഷ്യ. 7th ഫ്ലീറ്റ് കപ്പൽ അത് അമേരിക്ക ഇന്ത്യക്കെതിരെ തൊടുത്തുവിടാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ എടുത്ത നിലപാട് വളരെ ശക്തമാണ്. അന്ന് റഷ്യ ഇന്ത്യയെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേ കാര്യങ്ങളെന്ന് പല അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റിക് റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നവർ ചർച്ച ചെയ്യാറുണ്ട്. ഹൈപ്പോത്തറ്റിക്കായി തന്നെ അത് സംസാരിക്കാറുണ്ട്. ഇവിടെ റഷ്യയ്ക്ക് പരിപൂർണമായ പിന്തുണയുമായി ഇറാൻ, അവർ അണ്ടർവേൾഡ് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ പിന്തുണയുമായി രംഗത്ത് വരുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇറാൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ റഷ്യയ്ക്ക് ഇതിൽ പരം ഒരു സഹായമുണ്ടോ? അമേരിക്കയുടെയോ യൂറോപ്യൻ യൂണിയൻ്റെയോ ഇസ്രയേലിൻ്റെയോ ഒന്നും വിരട്ടലോ വിലപേശലോ റഷ്യയുടെയോ ഇറാൻ്റെയോ മുന്നിൽ ചിലവാകുന്നില്ല എന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങൾക്ക്. അതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും ഇറ്റലിയും, എന്തിനധികം പറഞ്ഞു സ്പെയിനും ഒക്കെ ശക്തമായി ഇപ്പോൾ ഇറാൻ്റെ നേതൃപാടവത്തെ അംഗീകരിക്കുമ്പോൾ വല്ലാത്ത ചൊറിച്ചിലാണ് ഇസ്രായേൽ മുതലായ രാജ്യങ്ങൾക്ക്.